മാനസത്തിന് വന്ദനം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അതിമോഹം ആപത്ത്. പണ്ട് പണ്ട് പഞ്ചമിക്കാട്ടിലെ കിങ്ങിണി പുരത്ത് പേക്കൊന്നോളം താമസിച്ചിരുന്നു. ധാരാളം പുരുക്കളെയും പാച്ചകളെയും തിന്നാൻ കിട്ടിയത് കൊണ്ട് അവർ തടിച്ചു കൊഴുത്ത് സുന്ദര കുട്ടനായിരുന്നു. ഒരു ദിവസം അവൻ കാട്ടിലെ കാലം കണ്ട് മറന്നു. പെട്ടെന്നാണ് കാഴ്ച കണ്ടത്. മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് മണ്ണ് ഇളകി പോലെ അവന് തോന്നി. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കൂടി വരുന്നു. പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നു ചുണ്ടിൽ പുറത്ത് ചാടി. അവൾ അറിയാതെ ചിരിച്ചു പോയി. നീയായിരുന്നോ? ഞാൻ വിചാരിച്ചു വല്ല ആണെന്ന്. നീ ഇവിടെ എന്തെടുക്കുവാണ്? ഞാനൊരു കൊട്ടാരം പറയാൻ പോവാണ്. മനുഷ്യരുടെ കൊട്ടാരത്തേക്കാൾ വലിയ കൊട്ടാരം. എന്നിട്ട് ഞാൻ അതിൽ നീക്ക വലിച്ചു. ചുണ്ടിലി വീരോടെ പറഞ്ഞു, ഒരു പൂച്ചനെ കണ്ടാൽ പേടിച്ചോടുന്ന നീയാണോ രാജാവാൻ പോകുന്ന? ചുണ്ടിലി തവളെ കളിയാക്കി. നീയോ ഒരു പാമ്പിനെ കണ്ടാൽ പേടിച്ചോറാറില്ലേ? ചുണ്ടിലി വിട്ടുകൊടുത്തില്ല. നിനക്ക് രാജാവാൻ നോക്കിയതോന്നാണ് എപ്പോഴും സംശയം. നീ ഞങ്ങളെ പിതാമഹനെ കുറിച്ച് കേട്ടിട്ടില്ലേ? പലവരത്തെ മറിച്ചിട്ട് ഞങ്ങൾ. നീ വീരോടെ പറഞ്ഞു, കേട്ടിട്ടുണ്ട്. അതിൻ്റെ മുത്തശ്ശനാലേ. പേക്കൊന്തവള അറിവ് പറഞ്ഞു. ഇവനെ കൂട്ടുകാരനാക്കാം. പേക്കൊന്തവള വിചാരിച്ചു. ആട്ട ചങ്ങാതി, നിനക്ക് നീന്തൽ അറിയാവോ? ചുണ്ടിൻ്റെ ഒച്ചത് കേട്ട് ചുണ്ടിൽ മിണ്ടാതെ ഇരുന്നു. വിഷമിക്കേണ്ട ചങ്ങാതി, നിന്നെ ഞാൻ നീന്തൽ പഠിപ്പിക്കാം. പിറ്റേ ദിവസം നീന്തൽ പഠിച്ചാനായി ചുണ്ടിൽ പുറക്കാലിലെത്തിയപ്പോഴും പേക്കൊന്തവള വെള്ളത്തിലോട്ട് ഇറങ്ങാതെ ചുണ്ടിയേക്കന്ന് വിളിച്ചു. വരൂ ചങ്ങാതി, നീന്തലും പഠിക്കാം. പക്ഷെ ചുണ്ടിൻ്റെ ഒരു അടി പോലും മുന്നോട്ട് വെച്ചില്ല. നിനക്ക് നീന്താൻ പേടിയാണല്ലേ? ഒരു കാര്യം ചെയ്യാം, നിന്റെ വാൽ എൻ്റെ കളിക്കെട്ടി വെക്കാം, എന്നിട്ട് നീന്താം. ചുണ്ടിൽ എന്ന് സമ്മതിച്ചു. അങ്ങനെ ചുണ്ടിൽ വാൽ തവളെ കെട്ടിവെച്ച് തവള നീന്താൻ തുടങ്ങി. അങ്ങനെ നീന്താനറിയാതെ കൈകാലിട്ടടിച്ചു. ഇതെല്ലാം ഒരു മരക്കൊമ്പിൽ നിന്ന് ഒരു പെൺതച്ചൻ കാണുന്നുണ്ടായിരുന്നു. വിശന്നിരുന്നാൽ ചുണ്ടിലെ കൊത്ത വെള്ളത്തിലോട്ട് വന്നു. ചുണ്ടിലെ തവളെ കാലി കെട്ടിവെച്ചുകൊണ്ട് രണ്ടുപേരെയും കിട്ടി. ഒരു പിടിക്ക് രണ്ട് പക്ഷി. അങ്ങനെ ചുണ്ടിലെ പറ്റിച്ച് രാജാവാനുള്ള മോഹം നിന്റെ ജീവൻ തന്നെ ഇല്ലാതാക്കി. കൂട്ടുകാരെ, ഇത് കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? അതിമോഹം ആപത്ത്. ഒരിക്കലും നിന്ന കൂട്ടുകാരെ വഞ്ചിച്ചാൽ പാടില്ല. നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്യാൻ